ാണ് വിമത സ്ഥാനാർത്ഥി കിദർ മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് MLA വരുമോ എന്നുള്ളതാണ്. ഞങ്ങളും വരുന്നുള്ളത് പ്രതീക്ഷയായിരുന്നു, പക്ഷെ എത്ര നേരമായി കാണാനില്ല. അതാണ് ഞങ്ങളുടെ നിങ്ങൾ മുൻ DCC മെമ്പറൊക്കെയാണ്, അപ്പോൾ അദ്ദേഹം വരുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം വരട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു അവകാശമാണല്ലോ വോട്ട് ചെയ്യുക എന്നുള്ളത്. അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ട്, അദ്ദേഹം ഇവിടുത്തെ MLA അല്ലേ, പ്രമുഖ വ്യക്തിയല്ലേ, അദ്ദേഹം ഇവിടെ വന്ന് വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. വോട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കോൺഗ്രസിന് ഒരു വിമതനായി മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ ഉള്ളത്. വെറുതെ പറയുകയാണ്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, വിമതനൊന്നുമില്ല, യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ് ഞാൻ. സീറ്റ് തരാത്തവരാണ് കുറ്റവാളികൾ. അല്ലാതെ വന്നാൽ ഈ ഇപ്പോഴത്തെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമോ അതോ യഥാർത്ഥ കോൺഗ്രസ്സുകാരനായി താങ്കൾക്ക് വോട്ട് ചെയ്യാം. MLA വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എനിക്കാ വോട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ചാനലിൽ, MLA വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തെ ഇത്രയേറെ ബുദ്ധിമുട്ടിച്ചത്. ഇത്രയേറെ ഒരു വ്യക്തിയെ മറ്റൊരു ജില്ലയിൽ നിന്ന് കൊണ്ടുവന്ന് പാലക്കാട് ജില്ലയിൽ ഇറക്കി അദ്ദേഹത്തിനെ ഡാമേജ് ആക്കി കോൺഗ്രസ്സുകാരുടെ സംരക്ഷണമില്ലാത്ത ഒരു പാർട്ടി പ്രവർത്തകനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വന്ന് പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ പൂർണ്ണമായി പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയില്ല. ഈ താങ്കളും താങ്കളുടെ ഒപ്പമുള്ള ഒരു സംരക്ഷണം ഒരുക്കുമോ? ഞങ്ങൾ സംരക്ഷണം ഒരുക്കലല്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി പോലീസ് പോലും പിടിക്കില്ല അദ്ദേഹത്തിന്. കാരണം ഇതെല്ലാം ഒരു ഇലക്ഷൻ ട്രെൻഡാണ്. അദ്ദേഹത്തിന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി പോലീസ് പോലും വരില്ല. മനസ്സിലായില്ലേ? ഇതെല്ലാം ഒരു ഇലക്ഷൻ ട്രെൻഡിന് വേണ്ടി ഇതുപോലെ വലിയ കുറ്റവാളികളെല്ലാം മറ്റുള്ള ഭാഗങ്ങളിൽ ഇരിപ്പുണ്ട്. അവരെല്ലാം അദ്ദേഹത്തിന്റെ അതേ കാരണമല്ല, നിങ്ങളെ മറ്റൊരു കാരണം കൊണ്ട് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണല്ലോ കോൺഗ്രസ്. ഞങ്ങൾ നേരത്തെ രാജിവെച്ചിട്ടാണ് സ്ഥാനാർത്ഥിയായത്. പിന്നെ ഞങ്ങളെ പുറത്താക്കി അർഹപ്പെടാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുത്തവർ അവരാണ് കുറ്റക്കാർ, അല്ലാതെ ഞങ്ങളല്ല കുറ്റക്കാർ. അർഹപ്പെടാത്ത ഒരു വ്യക്തിക്ക് സീറ്റ് കൊടുത്തതിൽ അവരാണ് കുറ്റക്കാർ, അവരെന്നെയാണ് പുറത്താക്കേണ്ടത്. അതിനു പകരം അവർ ഞങ്ങളെ പുറത്താക്കി. അത് വലിയൊരു വിരോധാഭാസമല്ലേ അത്? ഇതിങ്ങനെ പാർട്ടിയിൽ ഇത് തുടരുകയാണെങ്കിൽ പാർട്ടി വളരെയധികം കേരളത്തിൽ ക്ഷയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങളും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കാത്തിരിക്കുകയാണ്? ഞാൻ കാത്തൊന്നിരിക്കില്ല, പക്ഷെ അദ്ദേഹം വന്ന് വോട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അവകാശം. അദ്ദേഹത്തിന് സമ്മതിദാന അവകാശം അദ്ദേഹം വിനിയോഗിക്കണം. നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രതീക്ഷ? എനിക്ക് കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഈ കോൺഗ്രസ് വിമതനായി മത്സരിക്കുന്ന വ്യക്തി കൂടിയാണ് കിദർ മുഹമ്മദ്. അദ്ദേഹം പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ വോട്ട് ഈ തങ്ങൾക്കാണ് ലഭിക്കുക എന്നുള്ള ഇതാണ്. എന്നാലും ചില ആളുകൾ കൂടിയുണ്ട്. നിങ്ങൾ ഏത് പാർട്ടിയെ കാത്തു നിൽക്കും? ഞാൻ കോൺഗ്രസിൻ്റെ ആളാണ്. അയാളിൽ നിന്ന് കാണണം വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നത്. അയാൾ ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂരെത്തിന്നോ കോയമ്പത്തൂരിൽ നിന്ന് കാറില വരുന്നോ എനിക്കറിയില്ല. ഞാൻ അയാളെ കാത്തു നിൽക്കണം, കാണാൻ വേണ്ടി കാത്തു നിൽക്കണം. എന്താണ് ഇത്ര കാത്തിരിക്കാൻ? അയാളിനെ ഞാൻ ജയിപ്പിച്ചതിന് എനിക്ക് നല്ല മതിപ്പുണ്ട്. അതിന് ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് അയാൾ എന്ത് പറഞ്ഞാലും ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അയാളും കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം വലിയ കുറ്റം ചെയ്തതായി പിന്നെ കോടതി കണ്ടെത്തുന്നു. അതോടൊപ്പം തന്നെ പരാതികൾ വരുന്നു. അദ്ദേഹത്തെ പാർട്ടി പൂർണ്ണമായിട്ട് പുറന്തള്ളി കഴിഞ്ഞു. അയാളുടെ പാർട്ടി പൂർണ്ണമായും പുറന്തള്ളിയാലും അയാൾ ഒരു കോൺഗ്രസ്സുകാരനാണ്. അയാൾ ആത്മാർത്ഥമായിട്ട് കോൺഗ്രസ്സിലേ നിൽക്കുള്ളൂ. പാർട്ടി അത് മറ്റുള്ള പ്രസിഡൻറ്റും അവരുടെയൊക്കെയാണ് തീരുമാനിക്കുന്നത്. ഞാനൊരു ഏറ്റവും താഴ്ന്ന ഒരു വർക്കറാണ്.